ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തീർത്ഥപ്പൊടി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർത്ഥപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലും പൂജാമുറികളൊക്കെ അമ്പലം പോലെ ദൈവീക മണം കൊണ്ടുവരുന്ന, നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ കഴിയുന്ന, നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കടാക്ഷം നിലനിർത്താൻ കഴിയുന്ന ഒരു പൊടിയാണ് ഈ തീർത്ഥപ്പൊടി എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ ഇത് ഉണ്ടാക്കാൻ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാനിത് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു പൊടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അതിന് മുൻപായിട്ട് ഞാനിപ്പോൾ ഈ എടുത്ത സാധനങ്ങളൊക്കെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു കൈയളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾ എല്ലാതും എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. എപ്പോഴും നമ്മൾ കുറവ് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിൻ്റെ മണമൊക്കെ നല്ലപോലെ നിൽക്കാനായിട്ട് വളരെ കുറച്ചാണ് നമ്മളിത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു ഡപ്പയിൽ, എയർടൈറ്റ് ആയിട്ടുള്ള ഡപ്പയിൽ ഉണ്ടാക്കി വെക്കുക. തീരുന്നതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുഴുവനോട് കൂടിയിട്ടുള്ള ഗ്രാമ്പുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കായാണ് കേട്ടോ. ഏലക്കായ നമ്മൾ നല്ല പച്ച കിട്ടുവെച്ചെങ്കിൽ പച്ച കളറുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ഇത് നമ്മൾ രാമച്ചാണ് കേട്ടോ. നമ്മളെ വെട്രിവേര് എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, രാമച്ചം എന്ന് നമ്മൾ പറയും, അതാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ കൽക്കണ്ടാണ്, നമ്മുടെ ഡയമണ്ട് കൽക്കണ്ടം. അപ്പോൾ കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാതിക്കയുടെ ഇത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതിങ്ങനെ മുഴുവനോട് കൂടിയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാനായിട്ടാണ്. അതിനുശേഷം ഇതാ പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ പച്ചക്കർപ്പൂരം എന്നൊക്കെ പറയുന്നത് പണത്തെ ആകർഷിക്കാനായിട്ട് കഴിവുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവസാനം നമ്മൾ പൊടിച്ചതിന് ശേഷം ഒരു നുള്ളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇല്ലാച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിലുള്ള പച്ചക്കർപ്പൂരവും ഏലക്കായും ഗ്രാമ്പും അതൊക്കെ കൊണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാതും വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ലൊരു മണം തന്നെയായിരിക്കും. അപ്പോൾ പച്ചക്കർപ്പൂരൊക്കെ ചേർക്കുന്നത് വഴി നമ്മുടെ ആ ഒരു പൊടിയൊക്കെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിൽ മൊത്തം ആ ഒരു മണം പരന്നിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് എല്ലാതും കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വേരിൻ്റെ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഏലക്കായുടെ തൊലിയൊക്കെ വരുന്ന കാരണം നമുക്ക് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കാൻ പറ്റുമൊന്നുമില്ല. നമുക്ക് അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പൗഡർ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി നമ്മുടെ ജവ്വാദ് പൗഡർ നമ്മൾ എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തീർത്ഥം വെക്കില്ലേ, നമ്മൾ ഭഗവാനെ തീർത്ഥമൊക്കെ നൈവേദ്യമൊക്കെ വെക്കുന്ന സമയത്ത് അതിലേക്ക് ഇത് ഒരു നുള്ള് ഈ ഒരു പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വെള്ളം മാത്രം വെക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഫലവും ഗുണവുമാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതുപോലെ പൊടിച്ചെടുത്തതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലവർ ഇതിലേക്ക് കളവൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.